ഹലോ ഫ്രണ്ട്സ്, KKC ഫാം ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ റേസിംഗ് ഹോമേഴ്സിൻ്റെ ടൈമിങ് തെറ്റിയാലുള്ള അവസ്ഥയാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. ഇന്ന് രാവിലെ മഴയൊക്കെ ആയിരുന്നു. നമ്മളൊരു 10 മണി കഴിഞ്ഞതിന് ശേഷം ലോഫ്റ്റിൽ കയറി എന്ന് ഓപ്പൺ ചെയ്യുന്ന പോലെ കൂട് ഓപ്പൺ ചെയ്തപ്പോൾ ബേഡുകൾ പറന്നു പോകുന്നില്ല. അവർ നേരെ താഴോട്ട് തന്നെ ഇറങ്ങി. മറ്റേത് നമ്മൾ കൂടിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോഴത്തേനും അവർ നല്ല രീതിക്ക് പറന്ന് കുറേ സമയം കഴിഞ്ഞതിന് ശേഷമായിരിക്കും തിരിച്ചെത്തുന്നത്. ഇപ്പോൾ നമ്മുടെ കൂട് ഓപ്പൺ ചെയ്തപ്പോൾ അവർ നേരെ താഴോട്ട് ഇറങ്ങി, അതിനുശേഷം കൂടിൻ്റെ മുകളിലോട്ട് ഇറങ്ങി ഇങ്ങനെ വെയിറ്റിങ്ങിലാണ്. കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ തീറ്റ കൊടുക്കുന്ന ടൈം തെറ്റി. ഇന്ന് അവർക്ക് താമസിച്ചാണ് തീറ്റ കൊണ്ടുവന്നത്. അതും തീറ്റയുടെ പാത്രം ഞാൻ കൊണ്ടുവന്നിട്ടില്ല. അവരാകെ കൺഫ്യൂസാണ് എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നത് എന്നുള്ളത്. അപ്പോൾ അതാണ് ഓരോ ബേഡുകളുടെയും മൈൻഡ് നമ്മൾ അതിൻ്റെ കുഞ്ഞുനാളിലെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ബേഡിനെ വളർത്തുന്നവർ ഒരു ടൈം സെറ്റ് ചെയ്യണം എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ രാവിലെ ഒരു 7 മണിക്കാണ് തീറ്റ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 6 മണിക്ക് തുറന്ന് വിട്ടതിന് ശേഷം 1 മണിക്കൂർ ഫ്ലൈ ചെയ്യാൻ അവസരം കൊടുക്കുക. അതിനുശേഷം 7 മണിക്ക് ഡെയിലി 7 മണിക്ക് കൊടുക്കാൻ ശ്രമിക്കുക. ആ ടൈം തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ കൺഫ്യൂസ് ആവും. എങ്ങനെയാണ് എന്താണെന്നുള്ള അവരുടെ ടൈമിംഗ് ഫുള്ള് തെറ്റിപ്പോവും. അതുകൊണ്ടാണ് അവർ തുറന്നു വിട്ടപ്പോൾ പറന്നു പോകാതെ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യുന്നത്. ഞാൻ തീറ്റ എടുത്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ അവരിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. എന്താണ് ഇത്രയും നേരത്തെ നമുക്ക് കിട്ടേണ്ട ഭക്ഷണം ഇത്രയും വൈകിയത്? അതുപോലെ നമ്മളിപ്പോൾ തുറന്നു വിട്ടിട്ട് നമ്മളെ വിസിലടിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. മറ്റേത് നമ്മൾ വിസിലടിച്ചാണ് കൂട്ടിൽ കയറ്റുന്നത്. ഇതൊന്നും ചെയ്യാതെ നമ്മളെ ഓടിച്ച് വിടാനുള്ള ശ്രമം. ഞാൻ ഒന്ന് തട്ടി നോക്കി, പറന്നു പോകുന്നുണ്ട്. തട്ടി നോക്കിയണക്കെ പോലും അവർ പറന്നു പോകുന്നില്ല. കാരണം അവരുടെ ഡെയിലി ഉള്ള റൊട്ടീൻ കഴിഞ്ഞിട്ടാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ നമ്മളിനി ഒരു ട്രേ എടുത്തൊന്ന് വെച്ച് നോക്കാം. ട്രേ എടുത്ത് വെക്കുമ്പോൾ അവർ അടുത്തോട്ട് വരുന്നോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. ട്രേ കണ്ട ഉടനെ കുറച്ച് പേര് ഇപ്പോഴും കൺഫ്യൂഷനാണ്, മേളിൽ തന്നെ നിൽക്കുകയാണ്. കുറച്ച് പേര് താഴോട്ട് വരുന്നുണ്ട്. കാരണം 3-4 പേര് കൂട്ടിലോട്ട് ഇറങ്ങി കഴിയുമ്പോഴത്തേന് പടപടാന്ന് ഇറങ്ങും. അപ്പോൾ ഇതാണ് അവസ്ഥ. ഡെയിലി റൊട്ടീൻ തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബേഡുകളുടെ മൈൻഡ് സെറ്റ് തന്നെ മാറും. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ ബേഡ്സിനെ ആരംഭത്തിലെ തന്നെ കറക്റ്റ് സമയത്ത് ആഹാരം കൊടുക്കുക, കറക്റ്റ് സമയത്ത് അതിന് ട്രെയിനിങ് കൊടുക്കുക. അതേപോലെ അതിൻ്റെ മെഡിസിൻസും കാര്യങ്ങളും എല്ലാം തന്നെ അതിൻ്റെ മുറയ്ക്ക് നടന്നാൽ മാത്രമേ ബേഡുകൾ കറക്റ്റായിട്ട് വരത്തുള്ളൂ. ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നമ്മൾ ഒരു ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസോ, അതുപോലെ ബേഡുകൾ റേസ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ആ കൂട്ടിൻ്റെ മേളിൽ കുത്തിയിരിക്കുക, അങ്ങനെയുള്ള പല പല പ്രശ്നങ്ങളും നമുക്ക് നേരിടേണ്ടി വരും. ഇത് കറക്റ്റ് നമ്മൾ രാവിലെ 6 മണിക്കോ 7 മണിക്കാണെങ്കിൽ 7 മണിക്ക് തുറന്നു വിട്ട് 8 മണിക്ക് കൂട്ടി കയറുക. ആ കറക്റ്റ് സമയം ബേഡിനറിയാം. അതിന് മുമ്പിട്ട് ബേഡ് ലാൻഡായി വെയിറ്റ് ചെയ്തിരിക്കും, അതിൻ്റെ ഫുഡ് വരുന്നത് കാത്ത്. നമ്മൾ വിസിലടിക്കുമ്പോഴേ ബേഡുകൾ പടപടാന്ന് കൂടിനകത്തോട്ട് ട്രാപ്പാവുകയും ചെയ്യും. അപ്പോൾ ബേഡ്സിൻ്റെ ഡെയിലി റൊട്ടീൻ എല്ലാവരും കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കുക. അപ്പോൾ നമ്മുടെ കാല് വയ്യാതിരുന്ന ബേഡിനെ നമ്മൾ റിലീസ് ചെയ്യാൻ പോവുകയാണ്. അവനെ അടുത്ത ഒരു പറവിലേക്ക് എത്തിക്കണം. കുറച്ച് നാളുകൊണ്ട് പറക്കാതെ കിടന്നതാണ്. അതുകൊണ്ട് അതിൻ്റെ വീഡിയോ നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയും സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ കാണാം. എല്ലാവർക്കും നന്ദി.